നിന്റെ മുറിയിലേക്ക് നീ എന്നെ വിളിച്ചു കയറ്റി. അതുപോലെ എത്ര പേര് വന്നുപോയിട്ടുണ്ടാവും. അവന്മാരൊക്കെ അങ്ങ് തേടി പിടിക്കുക. ഏതെങ്കിലും ഒരുത്തന്റെ തലയിൽ വെച്ചങ്ങ് കെട്ട്. മോളെ വീണേ, നീ എന്തെടുക്കുമായിരുന്നു ഇതിനകത്ത്? ഇങ്ങനെ അടച്ചു മൂടിയിരുന്ന മോക്ക് ശ്വാസം മുട്ടില്ലേ? അച്ഛനിപ്പോ എന്താ വേണ്ടത്? മോളെ ഭക്ഷണം കഴിക്കാൻ സമയമായി. മോള് വാ. എനിക്കിപ്പോ വേണ്ട. അതെന്ത് പറ്റി? നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മോളെ ഒരു ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞതല്ലേ ഞാൻ, കേൾക്കണ്ടേ? എനിക്കിപ്പോ വിശപ്പില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. കുറച്ചെങ്കിൽ കുറച്ച് വന്നിരുന്ന് കഴിക്ക്. വാ. അച്ഛനൊന്ന് പറയുന്നത് മനസ്സിലാക്ക്. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ചത്തൊന്നും പോവില്ലല്ലോ. ഒരു നേരം എന്നല്ല, 10 നേരം കഴിച്ചില്ലെങ്കിലും ചത്തൊന്നും പോകില്ല. പക്ഷേ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അത്താഴ പട്ടിണി കിടക്കാന്ന് പറയുന്നത് നല്ല കാര്യമല്ല. മോള് വാ. അച്ഛാ പ്ലീസ്, എനിക്ക് വേണ്ട. ഒന്ന് പോയേ. ഇതെന്താ ഒരു രഹസ്യ കച്ചവടം? അമ്മാവന് വിശന്നോ? എനിക്കല്ലടാ, നമുക്ക് ഒരുമിച്ചിരിക്കാം. വീണയ്ക്ക അതെന്താ അവള് നമ്മുടെ കൂടെ ഇരിക്കാത്തത്? കഴിക്കാൻ ചെന്ന് വിളിച്ചപ്പോ അവക്ക് വേണ്ടെന്നാ പറഞ്ഞേ. പിന്നെ ഒന്ന് കണത്തി ചോദിച്ചാൽ അറിയാലോ എവിടെന്നാ ദേഷ്യം പൊട്ടി വരാന്ന് അറിയില്ല എന്ന് കരുതി അത്താഴ പട്ടിണി കിടന്നോട്ടെ എന്നും എങ്ങനെയാ കരുതുക? അവളുടെ അമ്മയുണ്ടായിരുന്നെങ്കിൽ സമ്മതിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പോ നമ്മുടെ കൂടെ ഇരിക്കാനാണ് ബുദ്ധിമുട്ടെങ്കിൽ കൊണ്ടുപോയി കൊടുത്തേക്കാം, കഴിക്കട്ടെ. ഇതെന്താ ഈ വീണയ്ക്ക് പറ്റിയത്? എനിക്കറിയൂടാ മോനെ. വലിയ വലിയ പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളില് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇപ്പോ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലല്ലോ. എന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയേക്കെന്ന് പറയുന്ന പോലെയാ. ബാക്കിയുള്ളവരുടെ മനസ്സ് വിഷമിക്കുന്നൊന്നും ആർക്കും അറിയണ്ടല്ലോ. അത് അമ്മാവന് വെറുതെ അതിന്റെ പേരിലൊന്നും വിഷമിക്കണ്ട. അവളുടെ കൂട്ടുകാരിയില്ലേ ശ്രേയ, അവൾക്ക് വയ്യാന്നും പറഞ്ഞ് അവളുടെ ബ്ലഡ് പരിശോധിച്ച് റിസൾട്ട് വാങ്ങാൻ വീണയെ ഹോസ്പിറ്റലിൽ പോയത്. അതെപ്പോ? ഞാൻ അവളെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു. ഇനിയിപ്പോ അതിന് ടെൻഷൻ വല്ലോ ആവും. ഇവക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ കൂട്ടുകാരിക്ക് എന്തെങ്കിലും പറ്റിപ്പോയെന്ന് പറഞ്ഞാല് പിന്നെ അത് പരിഹരിക്കാനുള്ള മാർഗം നോക്കാതെ ഉടനെ അതിന്റെ പേരിൽ അങ്ങ് വിഷമിച്ചോളൂ. നീ സൗകര്യം പോലെ അവിടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇടാ, കൂട്ടുകാരൊക്കെ ഉണ്ടായിക്കോട്ടെ, അവരുടെ പ്രശ്നങ്ങളൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതി അതെല്ലാം വലിച്ചു വാരി കെട്ടി നമ്മുടെ കുടുംബത്തിലോട്ട് കൊണ്ടുവരണ്ട. അതെ, ഈ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന കൂട്ടത്തിൽ അമ്മാവിന് ഈ ഉപദേശത്തിനൊന്നും നിൽക്കണ്ട. അപ്പൊ പിന്നെ അവള് ഇതും കഴിക്കാൻ നിൽക്കില്ല. ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഇതങ്ങ് കൊടുക്കുന്നു, ഞാനിങ്ങ് പോരുന്നു, അത്രേ ഉള്ളൂ. ഈ അമ്മമാരുടെ സ്ഥാനം ചെറുതൊന്നും അല്ല മോനെ. അവര് നിസ്സാരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങള് ഒരായുസ് തലകുത്തി നിന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. മോളെ വീണേ, മോളെ. ഇത് വലിയ കഷ്ടായല്ലോ. എന്താ മോളെ, ഇതിവിടെ വെച്ചോ. കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നീ കഴിച്ചാ മതി. ഇതെന്താ ഭക്ഷണം കഴിപ്പിച്ചേ പറ്റൂന്ന് അച്ഛന് വല്ല വാശിയുണ്ടോ? അച്ഛൻ അങ്ങനെ വാശിയുണ്ടായ എന്താ മോളെ തെറ്റ്? മോള് പട്ടിണി കിടക്കല്ലെന്നേ ഉള്ളൂ. മതി. എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അമ്മയില്ലാത്ത കുട്ടി, നേരെ ചൊവ്വ കാര്യങ്ങൾ അറിയാത്തവള്, നന്മയും തെന്മയും തിരിച്ചറിയാത്തവള്. മോളെ, അതിന്
അച്ഛൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഇതൊന്ന് വാങ്ങി വെക്കാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പ്രായമായി അനുഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ പോരാ, ഒരാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റണം. എന്താ വീണേ, നീ എന്തൊക്കെയാ അമ്മാവനോട് പറയുന്നത്? ഇത്രയും ശബ്ദം ഉയർത്തി അമ്മാവനോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മാവന് നിന്റെ മനസ്സ് കാണാൻ അറിഞ്ഞൂടാ അല്ലേ? പിന്നെ ആരെയാടി ഈ നിൽക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കുന്നത്? നീ ചിരിക്കുമ്പോ ആ മനുഷ്യൻ കൂടെ ചിരിക്കും. നിനക്കെന്തെങ്കിലും നല്ല കാര്യം സംഭവിച്ചാ നിന്നെ ഓർത്ത് അഭിമാനിക്കും. നീ കരഞ്ഞാ നിന്റെ കൂടെ ഇരുന്ന് കരയും. എന്താ കാര്യം എന്നറിയോ? അച്ഛനായിട്ട് വേഷം കെട്ടി നടക്കുകയല്ല, അച്ഛനായിട്ട് ജീവിക്കുക. ഓ, ഇനി അപ്പുറം ഇപ്പുറം നിന്ന് തുടങ്ങിക്കോ. എനിക്ക് 3 നേരം ഈ നന്മ ഉരുട്ടി വിഴുങ്ങാൻ തരണ്ട. അച്ഛൻ ഇത് കൊണ്ടുവന്നിട്ടോ ഇല്ലയോ? ഇല്ല, നീ ഇത് കഴിച്ചേ പറ്റൂ. അമ്മാവ, മക്കള് വലുതായാല് അവരെ തന്നോടൊപ്പം കാണണമെന്ന് കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവളുടെ കാൽച്ചോട്ടി കിടക്കേണ്ട കാര്യമുണ്ടോടാ? എന്ത് ഭ്രാന്ത അവളി കാണിക്കുന്നതെന്ന് അറിഞ്ഞൂടാത്ത. ചിലപ്പോൾ നാളെ നേരം വിളിക്കുമ്പോൾ ഇതെല്ലാം കൂടി അങ്ങ് കെട്ടടങ്ങും. അമ്മാവൻ വിഷമിക്കല്ലേ. എന്ത് വിഷമം? പണ്ടേ അവള് വിഷമിപ്പിക്കുന്നതല്ലേ? വിഷമിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇടയില് അവളൊന്നും മാറിയതുപോലെ കാണിച്ചു. അപ്പോ വല്ലാണ്ടങ്ങ് കൊതിച്ചുപോയി. അതാ പറ്റിപ്പോയത്. ഇപ്പൊ അവള് തികച്ചു പറഞ്ഞു, എന്നെക്കുറിച്ച് ഒരു പ്രതീക്ഷയും വേണ്ടാന്ന്. അല്ലേടാ പോനെ? എന്താ അമ്മാവ ഇത്? അമ്മാവ, അവള് നമ്മുടെ കുഞ്ഞല്ലേ. ബഹളം വയ്ക്കട്ടെ, കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞോട്ടെ, നമുക്കങ്ങ് പുറത്തേക്കാം. പണം ഉണ്ടാക്കാനുള്ള വഴി തേടി നടക്കാണ് അവള്. എന്തു വഴി? അവള് പണം ഉണ്ടാക്കുന്ന വഴി ഏതെന്ന് കണ്ടുപിടിക്കണം. എന്റെ പൊന്ന് സാറേ, அந்த அம்மாவு அவள் வந்து ஒரு ஃப்ராடு. அவருக்கு இந்த கல்யாணம் பிடிக்கல, அதுதான் அவருதான் எல்லாம் சொல்லிட்டு இருக்கு. പക്ഷെ അവര് പറഞ്ഞതിൽ കാര്യമുണ്ടാ. ഇന്നു മുതൽ ഞാൻ നിന്നൊരു ചുമതല ഏൽപ്പിക്കുക. നീ രാവും പകലും നിത്യയുടെ പിന്നാലെ സഞ്ചരിക്കണം. അവൾ എവിടെ പോകുന്നു, ആരെ കാണുന്നു, എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നതെന്ന് അത് നീ കണ്ടുപിടിക്കണം. என்னால முடியாது சார். எதுக்கு சார்? எதுக்கு சார் அந்த பொண்ணை இவ்வளவு டார்ச்சர் பண்ணிட்டு இருக்கு? നീ ഞാൻ പറയുന്നത് കേട്ടാ മതി. முடியல முடியல முடியல. எனக்கு பைத்தியம் இல்ல, உங்களுக்கு தான் பைத்தியம் இருக்கு.
തനിക്ക് ഭ്രാന്താണല്ലേ? എന്നാ പിന്നെ എന്റെ ഭ്രാന്ത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാടാ. അവള് മാത്രമല്ല, നല്ലവളാണെന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്ന എല്ലാവരും നമ്മളെ പറ്റിക്കുന്നവളുമാരാ. പെണ്ണെന്താന്ന് അറിയില്ല നിനക്ക്, അവളുടെ സ്വഭാവം എന്താന്ന് അറിയില്ല നിനക്ക്. ഒരുപാട് മുമ്പേ ഞാൻ അവരുടെ ചതികളെല്ലാം തിരിച്ചറിഞ്ഞതാ. എന്താടി? ഞാൻ ഈ പാത്രം തിരിച്ചു കൊടുക്കാൻ വന്നത്. എന്താ നിങ്ങൾ തമ്മില് എന്താ ശരവണ? നിനക്ക് വേദനിച്ചോടാ? ഇങ്ങനെയാ ഞാനന്ന് അവനെ കൈകാര്യം ചെയ്തു. ജീവിച്ചിരിക്കാ ഇപ്പ. ആ സാറാ, നീ എപ്പോ വന്നു? ഞാൻ ഈ പാത്രം തിരിച്ചു തരാൻ വന്നതാ ജ്യോതി. അപ്പോ ഇവര് തമ്മില് ഇവര് തമ്മിലല്ലേ? ശരവണൻ കാര്യമായിട്ട് എന്തെങ്കിലും മണ്ടത്തരം പറയും, ഏട്ടൻ അത് കേട്ട് ദേഷ്യം വരികയും ചെയ്യും. അല്ല, ഇന്നെന്തേട്ടാ കാര്യം? ഇങ്ങ് വാ സാറാ. ആ വാ. അറിയാലോ നിനക്ക്, എതിർത്ത് സംസാരിക്കുന്നവരെ എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാ ഇഷ്ടമല്ല, മനസ്സിലായല്ലോ? ഞാൻ പറയുന്നതേ കേക്കാവൂ. പുരിഞ്ചിതാ. അവനോட പുരിഞ്ചത് മനിതനാ അത മൃഗമാ? എന്താ ചേച്ചി പോന്നില്ലേ? ദേ നോക്ക്, ടയർ പഞ്ചറായി. എനിക്കാണെങ്കിൽ പത്രം മുഴുവൻ ഇട്ട് തീർക്കണം. ഇന്ന് കൃഷി ഓഫീസറുടെ വീട്ടില് ട്യൂഷന് നേരത്തെ എത്താന്ന് പറഞ്ഞിരിക്കാം. ആ നേരത്തെ ഇങ്ങനെ ഒരു പണി. ഇവിടെ അടുത്ത് പഞ്ചറൊട്ടിക്കുന്ന കടയുണ്ടോ? ഞാൻ പോയി ഒട്ടിച്ചോളാം. ഇവിടെ അടുത്ത് ആകെ ഒരു കടയുള്ളൂ. അതാണെങ്കിൽ തുറക്കാൻ 10 മണിയാവും. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? മോളെ എന്താ പറ്റി? സൈക്കിളിൽ ചതിച്ചു വെച്ചാ പഞ്ചറായി. അയ്യോ, അപ്പൊ പിന്നെ ഇന്ന് പത്രടയിൽ നടക്കൂല. ചേച്ചി പേടിക്കണ്ട, ഇന്നത്തെ പത്രടിയിലിന് ഒരു ചേഞ്ച് ആയാലോ? എന്ത് ചേഞ്ച്? ഞാൻ ബുള്ളറ്റുമായി കൂടെ വരാം. ചേച്ചി പിന്നിലിരുന്ന് പത്രോട്ടോ, അതൊരു ചേഞ്ച് അല്ലേ? നീ ബുദ്ധിമുട്ടണ്ട. ചേച്ചിക്ക് പകരം ഈ ജോലി ഞാൻ ചെയ്യാന്ന് പറഞ്ഞപ്പോ അത് കേട്ടില്ലല്ലോ.
പക്ഷേ എനിക്ക് ചേച്ചിയുടെ കൂടെ വരാലോ അല്ലേ വലിയച്ച? അതെ, വേറൊരു മാർഗമില്ലല്ലോ മോളെ. അവൻ കൂടെ വരട്ടെ. എന്നാ പോവാടാ. അച്ഛാ, കൃഷി ഓഫീസറുടെ മോൾക്ക് നല്ല പരീക്ഷ. ഇന്ന് പോർഷൻസ് എല്ലാം പഠിപ്പിച്ച് തീർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് വൈകിയേ വരൂ. ആ ഈ കൊച്ചുങ്ങള് പഠിക്കണോടത്ത് വെറുതെ കാവലിരുന്നിട്ട് കാര്യമുണ്ടോ? തലയില് വല്ലതും ഉണ്ടെങ്കിലല്ലേ പഠിക്കൂ. അത് ശരിയാ. അതിന്റെ ഉദാഹരണം നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ ഒരുത്തൻ. അമ്മായിക്ക് രാവിലെ കിട്ടേണ്ടത് കിട്ടിയല്ലോ. ഇനി ഞങ്ങൾ പോയിക്കോട്ടെ. വാ ചേച്ചി. അച്ഛാ, പോവാണേ. പീഡിപ്പിച്ച് കളഞ്ഞൂടാ. എടാ, നീയാണോ ഇതിന്റെ കാറ്റഴിച്ചോട്ടെ? അതെ അമ്മ, കാറ്റ് ശരിക്കും പോയി. ഈശ്വര, ഈ പോക്ക് പോയാ നമ്മുടെ രണ്ടുപേരുടെയും കാറ്റ് പോവും. അമ്മേ. എടാ, എന്തു പറ്റി?
അമ്മാവൻ അവളുടെ ഡീറ്റെയിൽസ് ഒന്നും തപ്പി പിടിച്ചേക്കരുത്. അത് ചിലപ്പോ എനിക്കൊരു ബാധ്യതയാവും. ചിലപ്പോ ഒരു ജന്മം മുഴുവൻ.